ഇപ്പോൾ ഒരു കുട്ടികളുടെ ഒരു നഗ്നതയുള്ള പടങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു കൾപ്പബിൾ ആയിട്ടുള്ള ഒരു ആക്റ്റാണ്, കുറ്റകരമായ ഒരു കാര്യമാണ്. നിങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന വലിയ മുതിർന്ന ആളുകളെ ഇട്ടോളൂ, അവർക്ക് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കൊച്ചു കുട്ടികളുടെ നഗ്നത കാണിക്കാൻ പാടില്ല. അതാണ് ഒരു ആധുനിക സിവിലൈസേഷനിൽ ഉരുത്തിരിയുന്ന ഒരു അഭിപ്രായം അത് സംബന്ധിച്ച്. പക്ഷേ വേറൊന്നുണ്ട്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ. അതിന് പോക്സോ കേസാണ് സാധാരണ ഇതിലുള്ളത്, വളരെ ഗുരുതരമാണ്. അപ്പോൾ എന്താണ് ഈ ലൈംഗിക അതിക്രമം എന്ന് പറയുമ്പോൾ പല രീതിയിലും പലതും പറയുന്നുണ്ട്. പക്ഷേ വാട്ട് അബൌട്ട് മ്യൂട്ടിലേറ്റിംഗ് ദെയർ ജെനിഷ്യൽസ്? അതിനേക്കാൾ വലിയൊരു അതിക്രമമുണ്ടോ? അവരുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ അവരുടെ ജനനേന്ദ്രിയങ്ങളിൽ കത്തിവെക്കുന്നതും അതിനെ മുറിപ്പെടുത്തുന്നതും അത് പോക്സോ കേസുകളിലെ രാജബെമ്പാലയല്ലേ? അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് ഇല്ലല്ലോ, ആ കേസിൻ്റെ പരിധിയിലില്ലല്ലോ. അത് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? ആ ഒരു കേസിൻ്റെ പരിധിയിൽ ഇത് വരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അത് അവർ പറയാം ചെയ്തോളൂ എന്ന് പറയുന്നതുകൊണ്ടാണോ? അവരുടെ കൺസെൻറ്റ് ഉണ്ടായിട്ടാണോ? അവർക്ക് അറിവുണ്ടായിട്ടാണോ? അവരുടെ സമ്മതമാണോ? എവിടെയാണ്, കയ്യിലോ കാലിലോ ആണോ? അല്ല, ഇത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഇതിനെതിരെ ഇതിപ്പോൾ ഈ അടുത്ത 2 മരണങ്ങൾ, അതിൽ ഒരെണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 മരണങ്ങൾ, അതായത് 29 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെ തൃശ്ശൂർ ഒരു സ്വകാര്യ ഡോക്ടറിൻ്റെ വീടിനോടനുബന്ധിച്ചുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തു. അത് ബ്ലീഡിങ് ആയി, പ്രശ്നമായി, വീണ്ടും കൊണ്ടുവന്ന് ഡ്രസ്സ് ചെയ്തു. അവസാനം കുട്ടി മരിച്ചുപോയി. 93% ബ്ലഡും പോയി ആ കുട്ടി മരിച്ചുപോയി. എപ്പോഴാണ് സുന്നത്ത് ചെയ്യേണ്ടതിനെക്കുറിച്ച്, അതിൻ്റെ പ്രായവും ഒക്കെ കുറിച്ച് പലതരം വാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യമാണ്, കേരളത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്.